Hi all, welcome back to our channel. അപ്പം നമ്മളിന്ന് മാത്സ് ആൻഡ് മെത്തഡോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രീവിയസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 27/24 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി പ്രിലിംസിന് സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിന് ഫ്രീ ആയിട്ട് സ്റ്റഡി നോട്ട്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡേ വൈസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. CPC ഡിഗ്രി ഫിലിപ്സ് എന്നാണ് ചാനലിന്റെ പേര്. സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2 and 1/2 plus 3 and 1/3 plus 4 and 1/4 equal to ഫ്രാക്ഷൻസ് അല്ലെ. നമുക്ക് ഫ്രാക്ഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം, ഈ പൂർണ്ണസംഖ്യകളിൽ കിടക്കുന്ന ഹോൾ നമ്പേഴ്സ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. 2 + 3 + 4. അപ്പൊ ആദ്യം എന്താണ്, 2, 3, 4 കൂടി കൂട്ടുന്നു. 2, 3, 4 കൂടി കൂട്ടുമ്പോൾ എന്ത് വരും? 2, 3, 5, 5, 4, 9. അതെഴുതുന്നു. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ഈ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാം. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാം. അതായതൊക്കെയാണ് 1/2 + 1/3 + 1/4 ആണ് വരുന്നത് അല്ലേ. അപ്പൊ അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇവരുടെ അംശം, ഇവരുടെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. എന്നാലും നമുക്ക് ന്യൂമറേറ്റർ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2ഉം 3ഉം 4ഉം എന്ത് ചെയ്യാം, അതിന്റെ LCM എടുക്കാം. LCM അല്ലെങ്കിൽ ലസാഗു. ലസാഗു എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്, വലിയ നമ്പർ നോക്കാം. ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? 4ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 2ഉം 3ഉം വരുന്നുണ്ടോ നോക്കാം. 2 ഒരു 4ന്റെ ഫാക്ടർ ആണ് അല്ലെ. 3 വരുന്നുണ്ടോ? ഇല്ല, 3 4ൽ വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, 4ന്റെ അടുത്ത നമ്പർ, അടുത്ത വലിയ നമ്പർ നോക്കാം. 4ന്റെ അടുത്ത സംഖ്യ ഏതാണ്, അടുത്ത ഫാക്ടർ ഏതാണ്? 8. 8 2ൽ വരുന്നുണ്ട്, 3 8ൽ വരുന്നില്ല. അപ്പൊ ഇനി അടുത്ത എന്താ നോക്കണ്ടേ, അടുത്ത സംഖ്യ. അടുത്ത 4ന്റെ കൂടെ 8ന്റെ കൂടെ ഒരു 4 കൂടെ കൂട്ടുക. അതായത് 4 × 3 ടേബിൾ എത്രയാണ്? 4 3s are 12 ആണ്. അപ്പൊ 12ൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. 2 2 6 are 12 ആണ്. 3 4 12 ആണ്. 4 3 12 ആണ്. അപ്പൊ അത് മൊത്തം വരുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത് എന്താണ്? 12 ആണ് അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ LCM കണ്ടുപിടിക്കാം? ഫാക്ടറൈസ് ചെയ്ത് ഘടകം ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 2 3 4 ഒരുമിച്ച് എഴുതുക. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഈ 2 3 4 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 3 അതുപോലെ തന്നെ താത്തിറക്കുന്നു. 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇനി 4ൽ 2 പ്രാവശ്യം. അപ്പൊ ഇനി ഇതെന്ന് പറയുന്നതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. പ്രൈം നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അല്ലെ, 1 2 3, ഈ 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കുക. LCM എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 × 1 × 3 × 2, 2 3 6 6 2 12. 12 ആണ് ഇവിടുത്തെ LCM. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലെങ്കിലും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 12 ആണ് ഇതിന്റെ LCM. അപ്പൊ ഇനി എന്താണ്, 12ൽ 2 6 ആണ് അല്ലെ. ഈ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 6 6 × 1 6 പ്ലസ് 12 12 3 കൂടി ഡിവൈഡ് ചെയ്താൽ 4 അല്ലെ. അപ്പൊ 4 × 1 4 പ്ലസ് 12 × 12 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3 3 × 1 3 6 4 10 13/12 എന്ന് വരും. ഈ 1/2 + 1/3 + 1/4 നമ്മൾ ഇങ്ങനെ എഴുതാം. ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. 1/2 × മുകളിലും താഴെ എന്തുകൊണ്ട് ചെയ്യുക, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും, ഇവിടെ 6 വരും. 6/12. അതുപോലെ തന്നെ ഈ 1/3നെ എന്ത് ചെയ്താൽ മതി, അതാണ് ഈസി എന്ന് പറയുന്നത്. 12 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എഴുതുക. ഓക്കെ, പ്ലസ് 6/12 പ്ലസ് ബാക്കി എന്ത് വരും, 3. ഇവിടെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ 12 മുകളിൽ 4 വരും. പ്ലസ് അങ്ങനെ 3/12. ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്തത്. 6 4 10 10 3 13/12 എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 13/12 ഇതിനെ എന്ത് ചെയ്യണം, ഇനി ഒന്നുകൂടി ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 13/12 12ൽ 1 12, ബാക്കി റിമൈൻഡർ എന്ത് വരും, 1 വരും. അപ്പൊ എന്ത് ചെയ്യുക, ഈ കിട്ടിയ 1 ഉണ്ടല്ലോ, ഇത് എവിടെ ആഡ് ചെയ്യണം, ഈ 9ന്റെ കൂടെ ആഡ് ചെയ്യുക. 9 + 1 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10ന്റെ 10 എന്ന് വന്നു. ബാക്കി വന്നിരിക്കുന്നത് എന്താണ്, 1/12. അപ്പൊ അത് അങ്ങനെ എഴുതുക, 10 and 1/12. അപ്പൊ അതാണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 10 and 1/12 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, സിമ്പിൾ ആണ്. ചെയ്യേണ്ടത് എന്താ, ആദ്യം എന്ത് ചെയ്യുക, ഇത് 3 കൂടെ ആഡ് ചെയ്യുക. അതായത് തന്നിട്ടിരിക്കുന്ന ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുക. 2 3 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ
9 വരും, 2 3 5 4 9. പിന്നെ എന്ത് ചെയ്യാം, ഈ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാം. ഫ്രാക്ഷൻസ് ആഡ് ചെയ്ത് കിട്ടുമ്പോൾ അതൊന്നുകൂടി ഡിവൈഡ് ചെയ്ത് നോക്കുക. വലിയ നമ്പർ ആണെങ്കിൽ ഇപ്പം ഡിനോമിനേറ്റർ വലിയ നമ്പർ ആണ്, ന്യൂമറേറ്റർ വരികയാണെങ്കിൽ അതൊന്നുകൂടി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കോഷ്യന്റ് കിട്ടുന്ന അത് ഇതിന്റെ കൂടെ ഹോൾ നമ്പറിന്റെ കൂടെ കൂട്ടുക. എന്നിട്ട് ബാക്കി വന്നേക്കുന്ന ഈ റിമൈൻഡറും ഈ ഡിവൈഡ് ചെയ്തതും കൂടി എന്ത് ചെയ്യുക, ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക. ഓക്കെ, 1/12. 10 and 1/12 എന്നാണ് ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 100 the whole cube into 1000 raised to 5 is equal to 10 raised to x ആയാൽ എക്സിന്റെ വില എത്ര? അപ്പൊ ഇത് എക്സ്പോണൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് എഴുതാം? ഈ 100 the whole ക്യൂബിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് 10 raised to x ആയാൽ എക്സിന്റെ വില എന്താണെന്നാ ചോദിച്ചത്. അപ്പൊ 10ന്റെ പവറിലാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഈ 100 ക്യൂബിനെയും 1000 raised to 5നെയും എന്ത് ചെയ്യുക, 10ന്റെ പവറിൽ എഴുതുക. അപ്പൊ 100നെ നമുക്ക് 10ന്റെ പവറിൽ എങ്ങനെ എഴുതാം? 100 എന്ന് പറയുന്നത് എന്താണ്? 10ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 10 സ്ക്വയർ the whole raised to 3 into 1000 എന്ന് പറയുന്നത് എന്താണ്? 10ന്റെ ക്യൂബ് ആണ് അല്ലെ. 10 raised to 3 ആണ്. 10 raised to 3 the whole raised to 5 എന്ന് വരും. 10 raised to 3 the whole raised to 5 equal to 10 raised to x എന്ന് നമുക്ക് എഴുതാം. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ ഒരു നമുക്ക് എക്സ്പോണന്റ് ലോ അറിഞ്ഞിരിക്കണം. എന്താണ്? a raised to m the whole raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m the whole raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m എന്നാണ്. അതായത് m ഉം n ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അത് ചെയ്ത് നോക്കുക. 10 raised to 2 the whole raised to 3 എന്ന് പറയുമ്പോൾ 10 raised to 2 into 3. 2 into 3 എന്ന് പറയുന്നത് 2 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 3 ഗുണിക്കുമ്പോൾ എന്താ വരുന്നത്? 6. 10 raised to 6 into ഇനി 10 raised to 3 the whole raised to 5. അപ്പൊ 3 into 5 എന്ന് പറയുന്നത് എന്താണ്? 15. അപ്പൊ 10 raised to 15. 3 into 5 എന്ന് 3 ഗുണം 5 എന്ന് പറയുന്നത് 15 ഈക്വൽ ടു 10 raised to x. ഇനി നമുക്കൊരു എക്സ്പോണന്റ് ലോ അറിയണം. എന്താണ്? a raised to m into a raised to n എന്ന് പറയുന്നത്. a raised to m into a raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m plus n ആണ്. അതുകൂടെ അറിഞ്ഞിരിക്കുക. അപ്പൊ 10 raised to 6 into 10 raised to 15 എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 raised to 6 plus 15 എന്ന് വരും ഈക്വൽ ടു 10 raised to x. 10 raised to 6 plus 15 എന്ന് പറയുമ്പോൾ 15 ആറോടെ കൂട്ടുമ്പോൾ 21. 10 raised to 21 എന്ന് വരും ഈക്വൽ ടു 10 raised to x. അപ്പൊ ഇനി എന്ത് എഴുതാം? നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് എന്ത് എഴുതാം? 10ന്റെ പവർ എന്താണ്? എക്സിന്റെ വാല്യൂ എന്താണ്? 21. അപ്പൊ x ഈക്വൽ ടു വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു 21. നമുക്ക് അങ്ങനെ ആൻസർ കിട്ടി. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് വന്നത്. 10 raised to x എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? 10 raised to 21. അപ്പൊ എക്സിന്റെ വാല്യൂ 21 ആണ്. ആൻസർ ഓപ്ഷൻ എ 21. ഓക്കെ, അപ്പൊ ഈ രണ്ട് എക്സ്പോണന്റ് ലോസ് അറിഞ്ഞിരിക്കുക. a raised to m the whole raised to n is equal to a raised to mn. അതുപോലെ a raised to m into a raised to n എന്ന് പറയുന്നത് a raised to m plus n. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയിലെ 15ാം പദം 35, 35ാം പദം 15 ആയാൽ പൊതുവ്യത്യാസം എത്ര? ഓക്കെ, അപ്പൊ നമുക്കിത് നമ്മൾ കോമൺ ആയിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇക്വേഷൻ പറയാം. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം, 15ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? 15ാം പദം എന്ന് പറഞ്ഞാൽ എന്താണ്? 15th ടേം. 15th ടേം നമുക്ക് T15 എഴുതാം. T15 എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം എ ആണ് ഇതിന്റെ ആദ്യത്തെ പദം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ആണെങ്കിൽ എ പ്ലസ് ഇതിന്റെ കോമൺ ഡിഫറൻസ് കൂടെ 1 കുറയ്ക്കുന്നതായിരിക്കും. അതായത് എ പ്ലസ് 14d ആണ്. എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് നമ്മളൊരു ടി എൻ എന്ന് പറയും. nth ടേം നമ്മൾ എഴുതുകയാണെങ്കിൽ അതിനെ നമ്മൾ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ് എഴുതുന്നത്. അതായത് nth ടേം ആണെങ്കിൽ ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1. എത്ര? nth ടേമിൽ നിന്ന് ആ എന്നിൽ നിന്ന് 1 കുറച്ചിട്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് ആയ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ്? 15th ടേം ആണ് അല്ലെ. അപ്പൊ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. 15ന്ന് 1 കുറയ്ക്കുക. n മൈനസ് 1 എന്ന് പറയുമ്പോൾ 15ന്ന് 1 കുറച്ച് 14d. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എത്ര തന്നേക്കുന്നേ? 35 ആണെന്നാണ് തന്നെ. 15ാമത്തെ ടേം, 15ാമത്തെ പദം എന്ന് പറയുന്നത് a പ്ലസ് 14d ആണ്. അത് തന്നേക്കുന്നത് 35 എന്നാണ്. ഇനി 35ാം പദം എന്ന് പറഞ്ഞിട്ടുള്ളത് T35 എന്ന് തന്നിട്ടുണ്ട്. അത് എത്രയാണ് പറഞ്ഞത്? 15. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം പ്ലസ് a പ്ലസ് 1 കുറയ്ക്കാം. 35ന്ന് 1 കുറച്ചാൽ എത്രയാണ്? 34. 34d 34d a പ്ലസ് 34d ഈക്വൽ ടു എത്ര തന്നെ? 15 ആണ് തന്നേക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? നോക്കേ, ഇത് രണ്ടും സെയിം ആണ് അല്ലെ. സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ഇക്വേഷൻ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് നോക്കാം. അതായത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മൈനസ് ചെയ്യാം.
ഇവിടെ നോക്കിയാൽ രണ്ട് സെയിം അല്ലേ, അതെന്ത് ചെയ്യാൻ മതി, ഇത് കട്ടായി പോകാൻ എന്ത് ചെയ്യാൻ മതി, ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി, മൈനസ് ചെയ്യുക. അപ്പൊ ഈക്വേഷൻ നമ്മൾ മൈനസ് ചെയ്ത് നോക്കുക. എ മൈനസ് എ എന്ന് പറഞ്ഞത് ക്യാൻസൽ ആയിപ്പോ 0 ആയിപ്പോ. ബാക്കി 14d മൈനസ് 34d, 14 നിന്ന് 34 കുറച്ച് എത്രയാണ്, 20 മൈനസ് 20. അതായത് വലുതിൽ നിന്ന് നമ്മൾ കുറച്ചത് എന്താണ്, ചെറുതിൽ നിന്നാണ് വലുത് കുറച്ചത്. 14d മൈനസ് 34d ആണ്. അപ്പൊ എന്താ വരും, മൈനസ് വരും. എന്ത് ചെയ്യാം, തിരിച്ചിട്ട് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ കൊടുക്കുക. ഓക്കെ, അപ്പം 34d മൈനസ് 14d എന്ന് പറയുമ്പോൾ എന്ത് വരും, മൈനസ് 20d എന്ന് വരും. മൈനസ് 14d മൈനസ് 34d എന്ന് പറഞ്ഞാൽ മൈനസ് 20d ഈക്വൽ ടു, ഇനി 35 15 പോയാൽ 20. അപ്പൊ d എന്ന് പറയുന്നത് എന്ത് വരും, എന്ത് ചെയ്യാ, പുറത്തോട്ട് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. 20/-20 എന്ന് പറഞ്ഞാൽ എന്താണ്, -1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, -1. അപ്പൊ ആൻസർ എന്താണ്, ഓപ്ഷൻ സി -1. അപ്പൊ ഇത്രയും കഥയൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എങ്ങനെയാണ്, കോമൺ ഡിഫറൻസ് ആയത് പൊതുവ്യത്യാസമായ d ഈക്വൽ ടു പദങ്ങളുടെ വ്യത്യാസം. പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, പദങ്ങളുടെ വ്യത്യാസം. ഇവിടെ പദം എന്ന് പറയുന്നത് എന്താണ്, 35ഉം 15ഉം. അപ്പൊ അവരുടെ വ്യത്യാസം എടുക്കുക. പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 35 - 15. പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ, ഇനി എന്ത് ചെയ്യുക, സ്ഥാന വ്യത്യാസം. സ്ഥാന വ്യത്യാസം എത്രാമത്തെ പദം, 15ാമത്തെ പദം, അതുപോലെ തന്നെ 35ാമത്തെ പദം, അവരുടെ ഡിഫറൻസ് എടുക്കുക. സ്ഥാനപദം എന്ന് പറയുമ്പോൾ 15 - 35. ഇത്രയും ചെയ്താൽ മതി. ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 35 - 15 20 വരും. 15 - 35 എന്ന് പറഞ്ഞാൽ -20. കണ്ടോ, നമ്മൾ ഈ ചെയ്തത് തന്നെയാണ് വന്നേക്കുന്നത്. d ഈക്വൽ ടു 20/-20 എന്ന് പറയുമ്പോൾ -1 എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ എന്താണ് ഇക്വേഷൻ, പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയുടെ 30% ബിയുടെ 20% ആയാൽ a + b = b - a എത്രയായി? ഓക്കെ, അപ്പൊ എയുടെ 30% എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, a × 30/100. എയുടെ 30% കാണാൻ എങ്ങനെയാണ്, a × 30/100. അതെന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ബിയുടെ 20%, b × 20/100. ഇനി എന്ത് ചെയ്യാം, നമുക്ക് a + b = b - a കണ്ടുപിടിക്കണം. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ ഇക്വേഷൻ കണ്ടെടുക്കുക. അതായത് എയുടെ ടേംസിൽ ബിയോ അല്ലെങ്കിൽ ബിയുടെ ടേംസിൽ എയോ എഴുതുക. അതെങ്ങനെ എഴുതാം നമുക്ക്, ഇത് ക്യാൻസൽ ആയിപ്പോ, ഈ 100ഉം 100ഉം ക്യാൻസൽ ആയി, ഇവിടെ ഒരു 0 ഉണ്ട്, ഈ 0യും വെട്ടിപ്പോകും. അപ്പൊ ബാക്കി എന്താ വന്നേ, 3a = 2b എന്ന് വരും. 3a = 2b. അപ്പൊ നമുക്ക് ഒന്നിൽ എയുടെ ടേംസിൽ എഴുതാം അല്ലെങ്കിൽ ബിയുടെ ടേംസിൽ എഴുതാം. നമുക്ക് ബിയുടെ ടേംസ് എഴുതുന്നതായിരിക്കും നല്ലത്. b = അതായത് ഈ 2നെ ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് വരും. 3a/2 എന്ന് പറയുന്നത് b ആണ്. 3a/2 എന്ന് പറയുന്നത് b ആണ്. ഏതെങ്കിലും ഒന്നിനെ ഒരു ടേമിലാക്കിയിട്ട് എന്ത് ചെയ്യാം, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ എടുക്കുകയാണ്, a എന്ന് പറയുന്നത് 10 ആണെന്ന് വിചാരിക്കാം. a എന്ന് പറയുന്നത് 10 ആയിട്ട് എടുക്കുകയാണെങ്കിൽ b എന്ത് വരും, b = 3 × 10/2 എന്ന് വരും. ഈ ഇക്വേഷൻ അതിനാണ് നമ്മൾ എടുത്തത്, മനസ്സിലായോ? 3 × 10/2. അപ്പൊ 10 2 വെട്ടിയാൽ 5, 5 3 15. അപ്പൊ ബിയുടെ ഉത്തരം 15 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, a + b = b - a. അത് ചെയ്ത് നോക്കാം. a + b എന്ന് പറയുമ്പോൾ 10 + 15ഉം b - a എന്ന് പറയുമ്പോൾ 15 - 10. 10 + 15 എന്ന് പറയുമ്പോൾ 25 = 15 - 10 എന്ന് പറയുമ്പോൾ 5. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ 5 1. അപ്പൊ 5:1. 5:1 ആണ് ആൻസർ എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5:1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ ബോംബെ = 52 ആയാൽ ഡൽഹി = ഇപ്പൊ ബോംബെ എന്ന് എഴുതിയേക്കുന്നതിന്റെ ബോംബെ ഓരോന്നിന്റെ സ്ഥാനം നോക്കാം. അതായത് നമ്മുടെ ഇപ്പം ഓരോ ലെറ്ററിന്റെയും പൊസിഷൻ നമ്പർ നോക്കാം. അപ്പൊ നമ്മൾ A to Z എന്ന് പറയുമ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 26 ലെറ്റേഴ്സ്. അപ്പൊ ആ ഒരു സ്ഥാനം നോക്കിയിട്ടാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പൊ അതിന് എളുപ്പത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാനം പഠിച്ചു വെച്ചേക്കാം. എല്ലാത്തിന്റെയും നമുക്ക് സ്ഥാനം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. എല്ലാം ഇങ്ങനെ ABCD എന്ന് എഴുതിക്കൊണ്ടിരിക്കാനും സമയമില്ല. അപ്പൊ HOT എന്ന് ഓർത്തിരിക്കാം. HOT അതായത് 5 10 15 20 25. അതായത് ന്റെ സ്ഥാനം എന്താണ്, 5, J 10, O 15, T 20, Y 25. അപ്പൊ HOT എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ബോംബെ ബി എന്ന് പറയുമ്പോൾ എന്ത് വരും, A 1 ആണ്, അപ്പൊ B എന്താണ്, 2 ആണ്. O എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെ ഡയറക്റ്റ് നമ്മൾ ഇതിനകത്ത് കിട്ടും 15 ആണെന്ന് കിട്ടും, 15. M എന്തായിരിക്കും, അപ്പം M എന്ന് പറയുന്നത് ഇവിടെ നോക്കി, ഓയുടെ
തൊട്ട് മുമ്പാണ് അല്ലെ MNO എന്നാ പറയുന്നത്. അപ്പൊ 15, 14, 13 എം എന്ന് കിട്ടിയത്. അപ്പൊ അങ്ങനെ നമുക്ക് നോക്കി എഴുതാൻ പറ്റും. B 2 A 1 Y അപ്പൊ എന്താണ് 25. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ വരുന്നു നോക്കുക. ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക. അപ്പൊ ഈ വാല്യൂ കിട്ടുമോ നോക്കുക. ഓക്കെ, ഇപ്പൊ 2 + 15 + 13 + 2 + 1 + 25 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ നോക്കിയേ 25ഉം 15ഉം 25ഉം 10ഉം 35, 35ഉം 5ഉം 40, 40ഉം ഈ 2ഉം 42, 42ഉം 2ഉം 44, 45, 45ഉം 10ഉം 55ഉം 3ഉം 58 എന്ന് വരും. 58. നമ്മുടെ ആൻസർ എന്താ തന്നെ 52 ആണ് അല്ലെ. ഇനി നോക്കിയേ 58ൽ നിന്ന് എന്ത് കുറയ്ക്കുന്നതാ? 58 - 6 ചെയ്യുന്നതാണ് 52 എന്ന് പറയുന്നത്. ഈ 6 എവിടുന്ന് വന്നതാ? നോക്കി ഈ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ നോക്കി 1, 2, 3, 4, 5, 6 ഇത്രയും ലെറ്റേഴ്സ് കുറയ്ക്കുന്നതാണ് ഈ 56 എന്ന് പറയുന്നത്. ഓക്കെ, 6 ലെറ്റേഴ്സ് ആണ്. അപ്പൊ 58 - 6 ചെയ്താൽ നമുക്ക് 52 കിട്ടും. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? ഡൽഹി ചെയ്ത് നോക്കുക. ഡൽഹി. ഓക്കെ, ഡൽഹി എന്ന് പറയുമ്പോൾ ഡിയുടെ സ്ഥാനം എത്രയാണ്? ABCDE. ഡി കഴിഞ്ഞിട്ടാണ് ഇ വരുന്നത്. അപ്പൊ 4 ആണ് വരുന്നത്. ഇ എത്രയാണ്? 5 ആണ്. എൽ എന്ന് പറയുന്നത് LMNO അല്ലെ. M 13 നമുക്ക് മുമ്പ് കിട്ടിയായിരുന്നു. അപ്പൊ 12 പ്ലസ് H ABCDEGHIJ എന്ന് പറയുന്നത് അല്ലെ. HIJ എന്ന് പറയുന്നത്. അപ്പൊ ജെയുടെ തൊട്ട് മുമ്പത്തെ ആണ് എന്തെന്ന് പറയുന്നത്? H എന്ന് പറയുന്നത്. അപ്പൊ H എത്രയാണ്? 8. I എന്ന് പറയുന്നത് 9. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക. 12 × 8 20, 25, 25 4 29, 29 9 38 എന്ന് വന്നു. ഓക്കെ, 38. ഇനി എന്ത് ചെയ്യാ? ഈ ലെറ്റേഴ്സ് തന്നെ നോക്കാം. 1 2 3 4 5 ലെറ്റേഴ്സ്. അപ്പൊ 38 - 5 ചെയ്യുമ്പോൾ നമുക്ക് 33 കിട്ടും. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ആൻസർ എത്രയാണ് വന്നിരുന്നത്? ആൻസർ ഓപ്ഷൻ സി 33 ആണ്. ഓക്കെ, ഇൻ കേസ് വേണമെങ്കിൽ ചിലർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ലെറ്റേഴ്സിന്റെ എണ്ണം കുറയ്ക്കാതെ ഈ 6 തന്നെ വേണമെങ്കിലും കുറച്ചാലും നമുക്ക് ആൻസർ എന്ത് കിട്ടും? 38 - 36 ചെയ്താൽ 32 എന്ന് പറഞ്ഞൊരു ആൻസറും കിട്ടും. വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. അറിയില്ല എങ്ങനെയാണ് ആൻസർ വരാൻ പോകുന്നത്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി 33 തന്നെയാണ്. കറക്റ്റ് ഈ ഒരു ലോജിക്കാണ് വരേണ്ടത്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി 33 തന്നെയാണ് വരേണ്ടത്. ഓക്കെ, ചെറിയൊരു കൺഫ്യൂസിംഗ് ഉണ്ട്, എന്നാലും പ്രൊവിഷണൽ കീ പ്രകാരം ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? 10 മാസത്തേക്കുള്ള പലിശയാണ് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് വേണേൽ ചെയ്യാം. I = സാധാരണ പലിശയുടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ I = PNR/100. I എന്ന് പറയുന്നത് പലിശ, സാധാരണ പലിശ. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് ടോട്ടൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ നിക്ഷേപിച്ചത് എന്നുള്ളത് 6000 രൂപയാണ് അല്ലെ. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അതായത് ഇവിടെ നമുക്ക് 10 മാസമാണ് ചോദിച്ചത്. നമ്മൾ ഇയേഴ്സിന്റെ കണക്കാണ് N എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പലിശ എത്രയാണ്? 6%. ഓക്കെ, പലിശ നിരക്കാണ് കേട്ടോ. പലിശ നിരക്ക് 6%. അപ്പൊ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിലേക്കുള്ള പലിശയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ P എന്ന് പറയുന്നത് 6000 ആണ്. 6000 ഇൻറ്റു N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ മാസമാണ്. അപ്പം ഒരു നമ്പർ ഓഫ് ഇയേഴ്സിലോട്ടാക്കണ എന്ത് ചെയ്താൽ മതി? 12 മാസമാണ് ഒരു വർഷം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 12 10/12. 12ല് 10 മാസേ ഉള്ളൂ. അപ്പൊ 10/12 ചെയ്താൽ മതി. അതാണ് ഇയറിലോട്ട് ആക്കുന്നത്. മാസത്തെ ഇയറിലോട്ട് ആക്കാൻ എന്ത് മതി? 12 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇയർ കിട്ടും. 10/12 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6%, 6%. അപ്പൊ ടോട്ടൽ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ ഇക്വേഷനകത്തുള്ളതാണ്. ഈ 6/100 ആണ് ഈ 100 വരുന്നത് കേട്ടോ. ശരിക്കും ഇക്വേഷനകത്ത് അങ്ങനെ ഓർത്തിരുന്നാലും മതി. നിങ്ങൾ ഈ 6 കേട്ട് തന്നെ എഴുതുക. എന്നിട്ട് ബൈ 100 ഇക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ചെയ്യുക. I = PNR/100. പിന്നെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 0 ക്യാൻസൽ ചെയ്ത് പോവും. 6 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6 2 12, 2ഉം 60ഉം കൂടെ 30, 300. അപ്പൊ 300 രൂപയാണ് ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ I = PNR/100 എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നാൽ മതി ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ഈസി ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയേഴ്സ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ,
പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് നോക്കുക. 225ഉം 625ഉം കാണുമ്പോഴേ അറിയാം എന്തിന്റെ ഒക്കെ സ്ക്വയർ ആണ്. 225 എന്ന് പറഞ്ഞാൽ 15ന്റെ സ്ക്വയർ ആണ്. 625 എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ ആണ്. അപ്പൊ സ്ക്വയർ വെച്ചിട്ടുള്ളതാണെന്ന് നോക്കിയാൽ മതി. ഇനി 391 361 ഇതിന്റെ സ്ക്വയർ ഉണ്ടോ എന്ന് നോക്കുക. 391 എന്ന് പറയുന്ന സ്ക്വയർ നമുക്കില്ല. 361 ഉണ്ട്. 361 എന്തിന്റെയാണ്? 19ന്റെ സ്ക്വയർ ആണ് 361. അപ്പൊ നിങ്ങൾ ഒരു 1 to 30 സ്ക്വയേഴ്സ് പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 19ന്റെ സ്ക്വയർ ആണ് 361. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. കൂട്ടത്തിൽപ്പെടാത്തത് 391. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? ഓക്കെ, ഇപ്പൊ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും? ഒരു മിനിറ്റ് കൊണ്ട്. നമുക്ക് 40 മിനിറ്റ് കൊണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം എന്താ അറിഞ്ഞിരിക്കാം? ഒരു മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയും എന്നുള്ളത്. 6 ഡിഗ്രിയാണ് തിരിയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി തിരിയും. ഒരു മിനിറ്റ് സൂചി ഒരു മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രി തിരിയും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 40 മിനിറ്റ്. 40 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി തിരിയുമായിരിക്കും? ഇവിടെ 40 കിട്ടാൻ എന്താ ചെയ്തേ? 1ന്റെ കൂടെ 40 മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? അത് തന്നെ ഇപ്പുറത്തും ചെയ്യണം. 6ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 40 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 40 ചെയ്യണം. ഇവിടെ 1 മിനിറ്റിന്റെ കൂടെ 1 മിനിറ്റ് തിരിയാൻ 6 ഡിഗ്രി എടുക്കും. 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. അപ്പൊ ഇവിടെ നമുക്ക് 40 മിനിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടെ 40 കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? ഇതിന്റെ കൂടെ എന്ത് ചെയ്തു? 1 × 40 ആണ് 40 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് അപ്പൊ ചെയ്തത്? നമ്മൾ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇപ്പുറത്തും എന്ത് ചെയ്യാം? 40 കൊണ്ട് മൾട്ടിപ്ലൈ. 6 × 40. അപ്പൊ എത്രയാണ്? 6 × 40 എന്ന് പറയുന്നത് 240 ഡിഗ്രി. അപ്പൊ 240 ഡിഗ്രിയാണ് തിരിയുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. എന്നാൽ സംഖ്യ ഏത്? ഒരു എണ്ണൽ സംഖ്യ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? എക്സ് എന്ന് വിളിക്കാം. ഒരു എണ്ണൽ സംഖ്യ അതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. ഒരു എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അതിന്റെ വ്യുൽക്രമത്തെ, അതായത് അതിന്റെ റെസിപ്രോക്കലിന്റെ. അപ്പൊ എക്സിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? 1/x ആണ്. അതിന്റെ 16 മടങ്ങ്. ഈ 1/xന്റെ 16 16 ടൈംസ് ആണ്. അപ്പൊ ഇൻറ്റു 16 ആണ്. അതാണ് തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ആ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പൊ എക്സിന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ റൂട്ട് എടുക്കുക. 16ന്റെ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് 16 എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. നമ്മൾ പറയാറുണ്ട് റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് എന്ന് പറയാറുണ്ട് അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ പോസിറ്റീവ് 4 എടുത്തേക്കുന്നത്. പോസിറ്റീവ് 4 തന്നെയാണ് ആൻസറിൽ വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ എണ്ണസംഖ്യ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ടാണ് 4 തന്നെ വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. 59 ബി ആണ്. ഓക്കെ, 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6/15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? 6/15. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 6/1 എന്താന്ന് നോക്കി? 6. 6ന്റെ റേസ് ടു 2. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ് അല്ലെ? 6ന്റെ ക്യൂബ് എടുക്കുകയാണെങ്കിലോ? 6ന്റെ ക്യൂബ് എത്രയാണ്? 216. അപ്പൊ നോക്കി ഇവിടെ എല്ലാം ഒറ്റയുടെ സ്ഥാനത്ത് എന്താണ്? 6 ആണ് അല്ലെ? ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്. ഇനി 6/4 എടുത്താലോ? എന്താ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്? 6ന്റെ ക്യൂബിന്റെ കൂടെ 216ന്റെ കൂടെ ഒരു 6 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 6 × 6 എന്താ വരാൻ പോകുന്നത്? 36 ആണ്. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് എന്താ വരാൻ പോകുന്നത്? 6 തന്നെയാണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഒറ്റയുടെ സ്ഥാനത്ത് 6/15 ആയാലും ഏതെടുത്താലും എന്തായിരിക്കും? ഒറ്റയുടെ സ്ഥാനത്ത് എന്താ വരിക? 6 തന്നെ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ സി 6 ആയിരിക്കും. അപ്പൊ 6ന്റെ ഏത് പവർ എടുത്താലും ഒറ്റയുടെ സ്ഥാനത്ത് 6 തന്നെയാണ്. 10 ക്വസ്റ്റ്യൻ ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള സീരീസ് നമ്മൾ ഇനിയും തുടരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കാം. ഈ വീഡിയോ ബന്ധപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതേ സമയം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനകത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു.